ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാർ. സാമ്പാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണ്? വെണ്ടയ്ക്കും മുരിങ്ങക്കോലും തക്കാളിയൊക്കെ കരണ്ടിയിൽ കോരിയെടുത്ത് ചോറിലേക്ക് ഒഴിക്കുന്നതാണ്. ഇന്ന് നമ്മളിതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് ക്യാപ്സിക്കം കൊണ്ടാണ്. വലിയുള്ളി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. സോക്ക് ചെയ്ത് വെച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും സാമ്പാർ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാപ്സിക്കം വളരെ ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസിൽ സ്ക്വയർ പീസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 വിസിലിൽ വേവിച്ചെടുക്കാം. ഇതവിടെ കിടന്ന് വേവുന്ന സമയത്ത് ഒരു ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉലുവ, ചുവന്നുള്ളി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, വെളിച്ചെണ്ണ ഒഴിച്ച ചട്ടിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 2 കാര്യങ്ങൾ മറക്കാതെ ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. ഇത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ കുക്കറിൽ വെച്ച സാധനങ്ങളൊക്കെ വിസിൽ വന്നിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട, പതിയെ ഒഴിച്ചാൽ മതി. കാരണം നല്ല ചൂടുള്ള ചട്ടി ആയതുകൊണ്ട് ചിലപ്പം പുറത്തേക്ക് നന്നായിട്ട് ആളിക്കത്താനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അരപ്പുണ്ടാക്കണം. ഇനി തേങ്ങ റോസ്റ്റ് ചെയ്യാൻ ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിരകിയ തേങ്ങ ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി എന്നിവ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇത് സോട്ടായി വരുന്ന സമയത്ത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലാക്കി ഇതെടുത്തിട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ച തേങ്ങ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള റയർ ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഒരു പുതിയ ടേസ്റ്റ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ ഇതുവരെ ഉപ്പിടാത്തതിനെ കൊണ്ട് ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതുവരെ പുളി നമ്മൾ ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമുക്കൊരു കട്ട പുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞിട്ട് പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം വെന്ത സാധനങ്ങൾ തന്നെയാണ്. നമ്മുടെ വെജിറ്റബിൾസ് ആയിരുന്നാലും വറവായിരുന്നാലും അരപ്പായിരുന്നാലും ഏറ്റവും തിളച്ചാൽ മതി. നമ്മുടെ ക്യാപ്സിക്കം സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.